അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു മദ്രസ അധ്യാപകന് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന കുരുന്നുകൾക്ക് എപ്രകാരമാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ്സാണത്. നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കി. വീണ്ടും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഈ മനുഷ്യൻ ഇന്ന് ഈ ലോകത്തില്ല. അദ്ദേഹത്തിൻ്റെ പേര് ശിഹാബ് ഫൈസി എന്നാണ്. അദ്ദേഹം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് ഫൈള് ബിരുദം കരഗതമാക്കിയിട്ട് വയനാട് ഈ വലിയ അപകടം നടന്ന ആ പ്രദേശത്തുള്ള ആ ഒരു പള്ളിയിലെ ഖത്തീബും അവിടുത്തെ മദ്രസ മുഅല്ലിമുമായിട്ട് ജോലി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ മനുഷ്യൻ ആ വലിയ ഉരുൾപൊട്ടലിൽ പെട്ടിട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഒരു വോയിസ് കേൾക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ. വല്ലാതെ വിങ്ങി പൊട്ടിയിട്ട് അദ്ദേഹം നമ്മളോടൊക്കെ ദുആക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അപേക്ഷിക്കുകയാണ്. ഈ ശിഹാബ് ഫൈളി എന്ന ആ ഒരു മദ്രസ അധ്യാപകന് വേണ്ടിയിട്ട്. വല്ലാത്ത വേദനയാണ്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഇതുപോലെയുള്ള അപകടങ്ങളിലൊക്കെ പെട്ട് നമ്മളിൽ നിന്ന് വിട്ടുപിരിയുന്ന ആ ഒരു നേരത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്മാരെ, ഇത് നമ്മുടെ സുഹൃത്താണ്, ആത്മസുഹൃത്താണ് ശിഹാബ് ഫൈസി. ഇന്നലെ നടന്ന മുണ്ടക്കൈ എന്ന നാട്ടിലെ ഖത്തീബും കൂടിയായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല, വിട പറഞ്ഞു. ഇന്നലെ രാത്രിയില്ല ആ ശക്തമായ മഴയിലും മണ്ണിടിച്ചിലും പള്ളിയുടെ ഒരു ഭാഗം കേടുപാടുകളൊക്കെ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹം വെള്ളത്തിനടിയിലായി ഒലിച്ചുപോയി. ജനാസ അങ്ങനെ കിട്ടി. ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെല്ലാവരും പ്രത്യേകം എൻ്റെ സുഹൃത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആരും ഇത് വെറും കൈയാക്കരുത്. എല്ലാവരും കഴിയാവുന്ന വിധത്തിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതി ആദ്യം ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ എല്ലാം ഇതുവരെ 10 ദിവസം നിങ്ങളോട് സംസാരിച്ചിരുന്നു. എനിക്കും വേണ്ടിയിട്ടെങ്കിലും. ഇതുപോലെ സഹിക്കാൻ കഴിയാത്ത ഒരു വാർത്ത കൂടി ഇന്ന് കാണാൻ കഴിഞ്ഞു. ഒരു ചെറിയ ഒരു പൊന്നുമോള്, അവളുടെ പേര് സൂഹി സഹ എന്നാണ്. ആ കുട്ടിയുടെ ഉപ്പ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുമ്പിൽ 2 ദിവസമായിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഈ ചെറിയ പൈതൽ സൂഹി സഹ എന്ന് പറയുന്ന ആ കുട്ടിയെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവരുന്ന ആ ചെറിയ കുട്ടികളിൽ തൻ്റെ പൈതലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ചില കാര്യങ്ങൾ സഹിക്കാൻ കഴിയണില്ല. കാരണം അത്രക്ക് പ്രയാസത്തിലായിട്ടാണ്. ഒരു കുടുംബത്തിലെ 13 പേരെ കാണാതായി. അതിൽ 5 പേരുടെ മൃതദേഹങ്ങൾ അവർക്ക് തിരിച്ച് കിട്ടി. അതിൽ ഇനി 8 പേരുണ്ട്. ആ 8 പേരിൽ തൻ്റെ ചെറിയ മോള് സൂഹി സഹ എന്ന ആ പൈതലും ഉണ്ട് എന്നതാണ്. ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെയും അവരുടെ ഭർത്താവിനെയും അവരുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ സഹോദരനെ നിലമ്പൂരിൽ നിന്നാണ് അത്ര കിട്ടിയത്. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ആ ഒരു വ്യക്തി ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാകാം. അങ്ങനെയാണ് ആ ഒരു വ്യക്തി നിലമ്പൂരെത്തിയത്. അത്രയും ആ ഒരു മണ്ണും ചെളിയും വെള്ളവും
ആ വ്യക്തിയേറ്റ് വഹിച്ചു പോയി എന്നതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വയസ്സുകാരി സൂഹി സാഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ, മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ചതൊന്നും. അപ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി. ഞങ്ങളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കൈ, നഖം, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. 13-അംഗ കുടുംബം. അതിൽ 5 പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി. മകളടക്കം 8 പേർ എവിടെയെന്നറിയില്ല. ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിൻ്റെയും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് കൂടുതൽ പരിശോധന നടത്തുന്നുണ്ടെന്ന കേട്ടറിവിലാണ് ഇപ്പോൾ പ്രതീക്ഷ. അവരുടെ അനിയന്റെ ശരീരം കിട്ടിയത് നിലമ്പൂരിൽ നിന്നാണ്. പുറത്തിറങ്ങി ഓടിയപ്പോൾ മലവെള്ളം കൊണ്ടുപോയതായിരിക്കണം. ആ വീട്ടിൽ ഉണ്ടായിരുന്ന ഭാര്യയുടെ ജ്യേഷ്ഠത്തി, അതേപോലെ അവരുടെ ഭർത്താവ്, അവർ രണ്ടുപേരെയും ആ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവരെ അനിയനെ മാത്രമാണ് നിലമ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ പുറത്ത് ഇറങ്ങി ഓടിയിട്ടുണ്ടാവും എന്നുള്ളൊരു ഇതാണ് അവരുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ വെള്ളത്തിൽ പെട്ടുപോയത്. ബാക്കിയുള്ളത് അവിടെ തന്നെ പരിസരത്ത് എവിടെയെങ്കിലും മകളടക്കം നമുക്കിന്ന് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൌഫ് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഈ അച്ഛനെ പോലെ മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ കാത്ത് ഒരുപാട് നിസ്സഹായരായ മനുഷ്യർ ഇങ്ങനെ കാത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ അള്ളാഹു പരിപൂർണ ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ ഫൈദ് ഉസ്താദിന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആ പൊന്നുമോള് ഹയാത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യനെ, അദ്ദേഹത്തിന് ആ പൊന്നുമോളുടെ പുഞ്ചിരിയോടെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. അങ്ങനെ അല്ല എങ്കിൽ നാളെ സുഖലോക സ്വർഗത്തിൽ വെച്ചിട്ട് ആ പൈതലിൻ്റെ കൂടെ ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് അവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.